എൻ്റെ പേര് ജോസ്മി ജോസഫ്. ഞാൻ ഹരിപ്പാട് പള്ളിപ്പാട് നിന്ന് വരുന്നു. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിംഹാസനപ്പള്ളി ഇടവാംഗമാണ്. ഈ പരിസ്ഥിതി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് ദൈവത്തിനെ മഹത്വപ്പെടുത്താനും സാക്ഷ്യം വഹിക്കാനും സാധിച്ചതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. ആദ്യം തന്നെ എനിക്ക് മാപ്പാണ് ചോദിക്കാനുള്ളത് പരിശുദ്ധ അമ്മയോട്. കാരണം ഞാൻ 2019 ഡിസംബറിൽ ഇവിടെ ചേച്ചിയുടെ കൂടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ആദ്യമായാണ് അന്ന് വരുന്നത്. അന്ന് ഉടമ്പടി എടുത്ത് നിയോഗങ്ങളും എഴുതി വെച്ച് പോയി. പിന്നെ ഞാൻ ആ ഉടമ്പടി കളഞ്ഞു. അതിൽ പിന്നീട് എനിക്ക് പശ്ചാത്താപം ഉണ്ടായെങ്കിലും അത് മറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് ഇവിടെ വന്ന് മാപ്പ് ചോദിക്കാതെ എനിക്കൊരു മനസ്സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ മാപ്പ് ചോദിക്കുന്നത്. ഞാനൊരു നേഴ്സാണെന്ന് പറഞ്ഞല്ലോ. ഫെബ്രുവരി 2024 ഞാൻ എൻ്റെ കുവൈറ്റിലെ നേഴ്സിംഗ് ജോലി റിസൈൻ ചെയ്ത് ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി അവിടുത്തെ ക്യാപ് കോഴ്സ് കോമ്പിറ്റൻ്റ് അസസ്മെൻറ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ന്യൂസിലൻഡിന് പോയി. ജൂലൈയിൽ അത് അറ്റൻഡ് ചെയ്തു. അവിടുത്തെ രജിസ്ട്രേഷനായി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും എടുത്തു. അവിടുത്തെ ഗവൺമെൻറ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ജൂലൈ മുതൽ ഡിസംബർ വരെ ഞാൻ 2 മെയിലുകളിലായി ദിവസം തോറും 100 കണക്കിന് ആപ്ലിക്കേഷൻസ് ഇട്ടു. എനിക്ക് ഒരു ആപ്ലിക്കേഷൻ പോലും ഇൻ്റർവ്യൂ പോലും കിട്ടിയില്ല. ഇതിനിടയ്ക്ക് 2 ഇൻ്റർവ്യൂ കിട്ടി. അവിടെ എനിക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ പോയി കോഴ്സ് ചെയ്തത് കാരണം, ഉള്ള ജോലിയും കളഞ്ഞു പോയത് കാരണം എനിക്ക് ഒരു ജോലി ഇല്ലാതെ നാട്ടിൽ വരിക എന്നുള്ളത് ഭയങ്കര വിഷമമായിരുന്നു. ആൾക്കാരുടെ മുഖത്ത് നോക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരു മെരിറ്റായിരുന്നു. ഞാൻ എൻ്റെ മെരിറ്റായിട്ടാണ് കണ്ടത്. എങ്ങനെയും എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസ്, പിന്നെ എൻ്റെ ഒരു കഴിവ്, ഇതെല്ലാം എൻ്റെ മെരിറ്റായിട്ട് കണ്ട് ഞാൻ ഇതിൻ്റെയൊക്കെ കോൺഫിഡൻസിലാണ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് 2 ഇൻ്റർവ്യൂസ് കിട്ടി. ഒരെണ്ണം ന്യൂസിലൻഡ്, ഒരെണ്ണം ഓസ്ട്രേലിയ. അപ്പം ഇതിൽ എൻ്റെ ഓർമ്മയിൽ 2ലും ഞാൻ ആകെ 15 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ എല്ലാം വിപരീതമായി. എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റി. എനിക്ക് 2 എണ്ണത്തിലും ഞാൻ നല്ലതായിട്ട് പൊട്ടി. അതോടെ എൻ്റെ കോൺഫിഡൻസ് 0 ആയി. മെറിറ്റും തീർന്നു. പിന്നെ ഇതിനിടയ്ക്കൊക്കെ എനിക്ക് ഉടമ്പടി എടുക്കാനൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിലും ഞാൻ എടുത്തില്ല. പഴയൊരു ഉടമ്പടി ഫെയിലായിപ്പോയി. എല്ലാം ഞാൻ കളഞ്ഞതിൻ്റെ ഒരു പേടിയും മടിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പ്രയർ കൊണ്ട് മാത്രം നമുക്ക് ഈ ജോലി കിട്ടും, എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാതെ പോവുമായിരുന്നു. അങ്ങനെ ഈ മെറിറ്റ് പോയപ്പോഴാണ് ഞാൻ പിന്നെയും ഉടമ്പടിയിലോട്ട് ശ്രദ്ധിച്ചത്. അങ്ങനെ ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യം കേട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ ആ പേടിയും മടിയും മാറി. അങ്ങനെ മാറി ഞാൻ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി അങ്ങ് എടുത്തു. അത് ഡിസംബർ 10 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. 2025 ഡിസംബർ 10 എടുത്തു. 6 മാസത്തോളം ഞാൻ ജോബ് ആപ്ലിക്കേഷൻസ് ഇട്ടിട്ട് ഒന്നും കിട്ടാതിരുന്നത്. ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഡിസംബറിലെടുത്ത് ഫെബ്രുവരി 6 എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. അത്രയും നാളും ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ മാതാവ് എൻ്റെ റൂമിലേക്ക് വന്നു. ഒരു ഉടമ്പടി എടുത്തൊരു കുട്ടിയുടെ രൂപത്തിൽ. അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനായിരുന്നു. എൻ്റെ ഷെയറിങ് അക്കോമഡേഷനായിട്ട് വന്നു. അവൾ വന്നത് ഉടമ്പടി എടുത്തിട്ടാണ്. അവളുടെ കയ്യിൽ മാതാവിൻ്റെ രൂപം, തിരി, പ്രയർ ബുക്ക്, ഉപ്പ്, തൈലം എല്ലാം ഉണ്ടായിരുന്നു. ഇവൾ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടിയിൽ ശ്രദ്ധിച്ച് ഉടമ്പടിയിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ പത്രങ്ങളും കൊടുക്കാൻ തുടങ്ങി. പതുക്കെ ദിവസം തോറും 1000, 100 കണക്കിന് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരുന്ന ഞാൻ അത് കുറച്ച് പത്രപ്രവർത്തനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് എനിക്ക് ഫെബ്രുവരി 6 ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളായി കിട്ടിയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ഉടമ്പടി, ഉപ്പും വിശുദ്ധ തൈലവും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ മെറിറ്റിൽ ആശ്രയിക്കാതെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്തിൽ മാത്രം ആശ്രയിച്ച് അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനത് സക്സസ്ഫുള്ളായി. എനിക്കത് കിട്ടി. ഞാൻ നാട്ടിലോട്ട് പോന്നു.
നാട്ടിൽ വന്ന ഉടനെ ഏപ്രിൽ 25, 2025 ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തു. ഞാൻ വിചാരിച്ചു പിന്നെ വിസ പ്രോസസ്സിംഗ് അല്ലേ ഉള്ളൂ, പെട്ടെന്നെല്ലാം നടക്കുമെന്ന്. പക്ഷേ വിസ പ്രോസസ്സിങ്ങിലായിരുന്നു എൻ്റെ ലാഗ് മുഴുവൻ. പിന്നീടാണ് മനസ്സിലായത് എൻ്റെ ഈ വിസ പ്രോസസ്സിംഗ് ലാഗ് മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ള ഒരു പ്ലാനായിരുന്നുവെന്ന്. കാരണം ആദ്യത്തെ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വിസ പ്രോസസ്സിംഗ് നടക്കുമല്ലോ എന്ന് കരുതി ഞാൻ കുറച്ചൊരു ഉടമ്പടി ഉഴപ്പുന്ന പോലെയായി, കറക്റ്റ് സമയത്തിനൊന്നും പ്രാർത്ഥിക്കാതെയായി. പിന്നീട് ഇവിടെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കലിന് വന്നപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനം, ഡെയിലി ബ്രെഡ് ഇതൊക്കെ എന്നും കേൾക്കും. പക്ഷേ അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അന്ന് മുതൽ ഉടമ്പടി കത്താൻ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ജൂലൈയിൽ കഴിഞ്ഞു. ഓഗസ്റ്റിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിസ നോമിനേഷൻ അപ്രൂവൽ കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ മൈഗ്രേഷൻ ലോയറിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കൽ ഒക്ടോബർ ആയിരുന്നു. ആദ്യം ഞാൻ ഒക്ടോബറിൽ അഖണ്ഡ ജപമാല റാലിക്ക് വന്നുകൂടി. അത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ സെക്കൻഡ് ഉടമ്പടി പുതുക്കി. ഇത് രണ്ടും കഴിഞ്ഞതോടുകൂടി എൻ്റെ അടുത്ത സ്റ്റേജ്, ഏറ്റവും വലിയ സ്റ്റേജ് കംപ്ലീറ്റ് ആയി. എൻ്റെ പഴയ മൈഗ്രേഷൻ ലോയർ മാറി, പുതിയൊരാൾ വന്നു. ആ പുതിയൊരാൾ ഉടനെ തന്നെ എൻ്റെ വിസ ലോഡ്ജ് ചെയ്തു. എൻ്റെ മെഡിക്കലും കഴിഞ്ഞു. ഇത് രണ്ടും ഒക്ടോബറിൽ റാലിയും പുതുക്കലും കഴിഞ്ഞ് നവംബറിൽ തന്നെ വിസയും ലോഡ്ജായി, മെഡിക്കലും കഴിഞ്ഞു. ഈ മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ ഒരു വിസ ഗ്രാൻഡ് ലെറ്ററിന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പായിരുന്നു. പക്ഷേ ഈ കാത്തിരിപ്പ് അവർ പറഞ്ഞത് 3 to 5 months ആണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പം എന്തായാലും ലാഗായി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ നോക്കിയിരിക്കുക. പക്ഷേ ഇതിനുള്ളിൽ ഇത്രയും നാളും ജോലി ഇല്ലാതിരുന്നതിൻ്റെ മാനസികമായ കുറേ വിഷമങ്ങളും പലരുടെയും അഭിപ്രായങ്ങളും ഒക്കെ കേട്ട് ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നു. അപ്പോഴൊക്കെ എന്നെ കരകയറ്റിയത് ജോസഫ് അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡുമാണ്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് സഹനങ്ങൾ വരുന്നത് ദൈവമഹത്വത്തിനായിട്ടാണ്, ദൈവം അനുവദിച്ചു തരുന്നതാണ്. അങ്ങനെയൊരു ചിന്ത, അങ്ങനെയൊരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിസേനെക്കുറിച്ച് ഓർക്കാതെയായി. ആകെ മാതാവിൻ്റെ അടുത്ത് പോയി മാത്രം വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിൽ കരയും. അങ്ങനെ ഞാൻ സഹനങ്ങളെല്ലാം കുരിശിനോട് സമർപ്പിച്ചു. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവം അനുവദിച്ചു തരുന്നതുമാണെന്ന് മനസ്സിൽ കരുതി അങ്ങനെ ഇരുന്ന് ജനുവരിയിൽ എൻ്റെ തേർഡ് പുതുക്കൽ ജനുവരി 28 കഴിഞ്ഞു. ഇതിപ്പോൾ ഫെബ്രുവരി ആയി. ഇന്നിപ്പം ഞാൻ എൻ്റെ വിസ ഗ്രാൻഡ് ലെറ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് നേടിത്തന്നത് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ്. 1000 നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇനി രണ്ടാമത് എനിക്ക് എൻ്റെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ സാക്ഷ്യമാണ്. ഞാൻ ഫസ്റ്റ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഫെയിലായതാണ്. ഫെയിലായി കഴിഞ്ഞ് ഒന്നാമത് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒന്നും അറിയില്ല. അതിൻ്റെ കൂടെ ഫെയിലായും കൂടി ചെയ്തതോടുകൂടി എനിക്ക് ഭയങ്കര പേടിയും ഭയവുമായി. അപ്പോൾ ഞാൻ പിന്നീട് ഡേറ്റ് എടുത്തെങ്കിലും പോകാൻ പേടിയായിരുന്നു. പക്ഷേ ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ച് ആണ് പോയത്. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. അത് ഒരു അനുഗ്രഹമാണ്. ആ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരനും അനുഗ്രഹിച്ച് തന്നതാണ്, അല്ലാണ്ട് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആത്മീയമായി കിട്ടിയ ചില അനുഗ്രഹങ്ങളാണ്. ഞാൻ കുർബാനകളും കുമ്പസാരങ്ങളും ഒക്കെ പല വഴിക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥനകളും ഒക്കെ മുടക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് പേഴ്സണൽ പ്രെയർ മാത്രം നല്ലപോലെ ചെയ്യും. പക്ഷേ പള്ളിയിൽ പോവുക, കുമ്പസരിക്കുക, ഇവിടെ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ പോകുന്ന എന്തിനാ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, വീട്ടിലിരുന്നാലും നമുക്ക് പാപം ഏറ്റു പറയാം, ദൈവം കേട്ടോളും.
അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു ഒഴിവുകഴിവായിരുന്നെന്നോ പിന്നീട് എനിക്ക് മനസ്സിലായി. സന്ധ്യാപ്രാർത്ഥനകളും കുർബാനകളും എല്ലാം പല പല ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും വേണ്ടി നീക്കി വയ്ക്കും, അത് സ്കിപ്പ് ചെയ്യും, എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടന്നിരുന്ന ഞാൻ ഈ ഉടമ്പടി ആദ്യം ഞാൻ ഉടമ്പടിയിലോട്ട് വരുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്. അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് പതുക്കെ എൻ്റെ മൈൻഡ് ചേഞ്ച് ആയി തുടങ്ങിയത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ എല്ലാ ഞായറാഴ്ചയും ഞാനൊരു ഓർത്തഡോക്സ് ആണ്, അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും കുർബാനയില്ല, പക്ഷേ എല്ലാ ഞായറാഴ്ചയും ഉണ്ട്. അതൊരിക്കലും മുടക്കാറില്ല. കുമ്പസാരം നമുക്ക് എവരി 2 വീക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ കൃപാസനം വരുമ്പോൾ ഇവിടെ മിഷൻ സെൻറ്ററിലാണ് കുമ്പസാരിക്കുന്നത്. അത് എല്ലാ മാസവും തുടർന്നുകൊണ്ട് പോകുന്നു. പിന്നെ സന്ധ്യാപ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ, ബൈബിൾ വായന. പണ്ടൊക്കെ ബൈബിൾ വായന ഏറ്റവും ചെറിയ ഭാഗം മാത്രം എടുത്ത് വായിച്ചിട്ട് കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ 30 മിനിറ്റ്സിൽ കൂടുതൽ വായിക്കുന്നു. പേഴ്സണൽ പ്രെയറും അതിൻ്റെ കൂടെയുണ്ട്. ജപമാല, ഞാനൊരു RCയിലാണ് ജനിച്ചതെങ്കിലും ഓർത്തഡോക്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ ജപമാല ചൊല്ലൽ ഞാൻ പണ്ടേ നിർത്തിയായിരുന്നു, മാതാവിനെ കൈവിട്ടായിരുന്നു. പക്ഷേ ഉടമ്പടി വഴി മാതാവ് എൻ്റെ കൈ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ ജപമാല ചൊല്ലിത്തുടങ്ങി. ഇപ്പം ദിവസം ഒരു 3-ൽ കൂടുതൽ ജപമാല ചൊല്ലും. ഇനിയും ഇത് കൂട്ടണം എന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മാതാവ് ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഭൗതികമായ കിട്ടിയ അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആത്മീയമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് തിരിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു റോസാപ്പൂവായിട്ടും പിന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിലുമൊക്കെ കിട്ടി. ഇത് കുറേ നാളുകൾ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് സഹനങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോഴാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നത് പോലെ എനിക്ക് തോന്നും. ഒന്നും സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്കും വരാറില്ല, പക്ഷേ സഹനങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് തിരിയിൽ കാണുന്നുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആദ്യം ആരംഭിച്ചത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ എൻ്റെ കൂടെ ഒരു ഉടമ്പടി എടുത്ത കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഡിസംബർ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് മുതൽ മാർച്ചിൽ ഞാൻ അവിടുന്ന് പോരുന്നിടം വരെ എല്ലാ വീക്കും ആകെ ഒരു ഇംഗ്ലീഷ് പത്രം ഉണ്ടായിരുന്നു. അത് കോപ്പി എടുത്തെടുത്ത് എല്ലാ ആഴ്ചയിലും അവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുമായിരുന്നു. പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ടോട്ടൽ 250 പത്രം ഞങ്ങൾ എണ്ണി നോക്കി കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പ്രേക്ഷിത പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചൊരു ഉഴപ്പായിരുന്നു. ആദ്യം ഇവിടെ നമ്മുടെ നാട്ടിൽ വെളിയിലോട്ട് ഇറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. പിന്നെയാണ് ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോൾ ഫസ്റ്റ് ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഹരിപ്പാട് ടൗൺ, എല്ലാ പോക്കറ്റ് റോഡുകളും, പള്ളിപ്പാട്, അവിടെയുള്ള എല്ലാം കിലോമീറ്ററോളം നടന്ന് തന്നെ ഞാൻ തന്നെയാണ് പോയി കൊടുക്കുന്നത്. വെയിലും മഴയൊന്നും നോക്കാറില്ല. അതുപോലെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ വിശേഷവിധിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് പത്രം കൊടുക്കുന്ന വഴിക്ക് വഴി സൈഡിലൊരു തട്ടുകട ഇട്ടിരിക്കുന്ന ഒരു ഫാമിലിയെ കണ്ടത്. അവിടുത്തെ ചേട്ടന് ക്യാൻസറാണ്. അപ്പം ഞാൻ അവരെ സഹായിക്കാമല്ലോ എന്ന് വെച്ച് ഉടമ്പടി പത്രവും കാശ് രൂപവും ഒരു ചെറിയ പൊതി ഉപ്പും പിന്നെ ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിശ്വാസ പ്രമാണം ഞാൻ എഴുതി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എഴുതി കൊടുത്തു. അപ്പം അത് മാതാവ് എനിക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കാണിച്ചു തന്നതായിരുന്നു. അപ്പം ഞാൻ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റി വെച്ചിരുന്നു. അതെന്ത് ചെയ്യുന്ന എനിക്കിവിടെ ഇടാൻ പറ്റിയില്ല. അപ്പം ആ പൈസ ഞാൻ അവർക്ക് കൊടുത്തു. അന്ന് മുതൽ എല്ലാ മാസവും ഞാൻ അവരെ എല്ലാ മാസവും പോയി ഇപ്പോൾ എനിക്ക് ജോലിയില്ല, എൻ്റെ ഒരു ചെറിയ തുക സഹായിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ സാറ്റർഡേയ്സിലും ഒരു 7-8 പൊതി ചോറ് ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പണ്ടൊക്കെ നമ്മുടെ ആരെങ്കിലും പറഞ്ഞെന്നാലേ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കുകയുള്ളായിരുന്നു. എത്രയാണെന്നൊക്കെ നോക്കി കുറച്ച് പൈസയൊക്കെ എടുത്തേ കൊടുക്കുകയുള്ളായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്നു, പൈസയൊന്നും നോക്കാറില്ല, ഇല്ലെങ്കിലും കൊടുക്കുന്നു. അങ്ങനെയാണിപ്പോൾ ചെയ്യുന്നത്. പിന്നെ കുമ്പസാരവും കുർബാനയും എല്ലാം ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ചെയ്യുന്നു. എവിടെ പോയെന്നാലും തൈലം തൂക്കാതെ നമ്മൾ വെളിയിൽ ഇറങ്ങത്തില്ല.
എന്ത് അസുഖം ഉണ്ടെങ്കിലും തൈലം തൂത്താണ് ഇപ്പോൾ എല്ലാം മാറ്റുന്നത്. അതൊരു ശക്തിയും ബലവുമാണ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന, ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദേവതാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നിർത്തുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ജോസ്മി ജോസഫ് എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ്. ഞാൻ എപ്പോഴും പിന്നിലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ തന്നെ എൻ്റെ കൈപിടിച്ച് ഉടമ്പടിയിലൂടെ ഈശോയുടെ മുന്നിൽ നിർത്താൻ മാത്രം എനിക്ക് യോഗ്യത നൽകി എന്നാണ് ഈ മകൾ ഏറ്റുപറയുന്നത്. മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു തട്ടുത്തരം എന്ന പോലെ ജീവിച്ചിരുന്ന ഈ മകളെ പരിശുദ്ധ അമ്മ എത്രമാത്രം ഈശോയിലേക്ക് അടുപ്പിച്ചുവെന്നാണ് നാം ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മെറിറ്റിൽ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഠനകാര്യത്തിലായാലും ഞാൻ പഠിച്ചാൽ എനിക്ക് അത് നേടിയെടുക്കാവുന്നതേയുള്ളൂ. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മനസ്സിൽ പാപമോചനം ആഗ്രഹിച്ചാലും എൻ്റെ കുമ്പസാരം നടക്കും. ഇങ്ങനെയെല്ലാം എപ്പോഴും എൻ്റെ കഴിവിൽ എനിക്ക് അതെല്ലാം സാധ്യമാണ്. എനിക്ക് മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴാണ് ജോസ്മിക്ക് മനസ്സിലായത്, ഇനി എൻ്റെ കഴിവിൽ ആശ്രയിക്കാൻ സാധ്യമല്ല, കഴിവിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വളരെ കൃത്യമായി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിശേഷവിധിയായി ചെയ്യാനുമൊക്കെയുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിബന്ധനകളെല്ലാം വളരെ കൃത്യമായി പാലിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മകൾക്ക് മനസ്സിലാകുന്നത് ഇതൊരു കാലത്തിൻ്റെ പ്രബോധനമാണ്. അച്ഛനിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി ലഭിക്കുന്നത് ഈശോയെ സ്നേഹിക്കുവാൻ മാത്രം, ഞാൻ എന്തെല്ലാം ചെയ്താലും അത് ദൈവമഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു വലിയ വിശ്വാസദാർഢ്യം ഈ മകൾക്ക് ഉടമ്പടിയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന ഒരു വലിയ പ്രോസസ്സിലൂടെ മകൾ കടന്നു പോകുമ്പോൾ വിസ ലഭിക്കുവാനും അതുപോലെ തന്നെ മകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാനുമൊക്കെ എപ്പോഴെല്ലാമാണ് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചത്, അപ്പോഴെല്ലാം നേർച്ച വസ്തുക്കളുടെ എല്ലാം ഉപയോഗം കൃത്യമായി പാലിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും ജപമാല കയ്യിലൊരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ടും ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മകൾക്ക് ഈശോയിലേക്ക് അടുക്കുവാൻ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്ന, കൂടെ സഞ്ചരിച്ച ഒരു നല്ല സാക്ഷ്യമാണിത്. നമുക്ക് ഓർമ്മിച്ചെടുക്കേണ്ടത് നമ്മുടെ മെറിറ്റിൽ ആശ്രയിക്കുന്നവർക്ക് മെറിറ്റ് ഒരു 0 ആകുമ്പോൾ കൃപ ലഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾക്ക് വളരെ പെട്ടെന്നാണ് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുന്നത്. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒട്ടും തന്നെ ഒരിക്കലും ചെറുതല്ല. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക, വലിയതാണ് ഈ മകൾക്ക് നൽകിയിരിക്കുന്നത്. മകൾ പറയുകയുണ്ടായി, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പോയപ്പോൾ എൻ്റെ മുറിയിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു നേർച്ച വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ തീർത്ഥാടക ഉടമ്പടി എടുത്ത മകൾ പ്രാർത്ഥനാ പുസ്തകവും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവുമായെല്ലാം കടന്നു വന്ന് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി ഈ മകളെ അനുഗ്രഹിക്കുകയുണ്ടായി. നമുക്ക് പ്രാർത്ഥനയിൽ എപ്പോഴും ഉറച്ചു നിൽക്കാം. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കരുത്. ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഇതെൻ്റെ ഒരു പക്ഷേ എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കിനി കുറച്ച് സമയത്തേക്കൊരു ബ്രേക്ക് എടുക്കാം എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. ഒരമ്മ ഒരിക്കലും ബ്രേക്ക് എടുക്കുന്നില്ല. അമ്മയ്ക്കൊരിക്കലും റിട്ടയർമെൻ്റ് ഇല്ലാത്തതുപോലെ പരിശുദ്ധ അമ്മ ഒരിക്കലും റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നില്ല. പരിശുദ്ധ അമ്മ ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. ഈശോയുടെ പദ്ധതികൾ എപ്പോഴും നിറവേറുന്നതിന് വേണ്ടി പ്രവർത്തന നിരതിയാണ്. അമ്മ വേഗത്തിലാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളുടെയും ആരൊക്കെയാണോ ജോലിക്ക് വേണ്ടി, വിസയ്ക്ക് വേണ്ടി, വിവാഹ പ്രായം കഴിഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി, എന്തെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി നാം ഇവിടെ വന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.